ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡെയ്സീസ് പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അയിലക്കറി പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അയിലക്കറി പലതരത്തിൽ പാചകം ചെയ്യാറുണ്ട്. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന അയിലക്കറി എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്നാൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നിവിടെ പാചകം ചെയ്യാൻ പോകുന്ന അയിലക്കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ അയില കഴുകി നല്ലോണം വെട്ടി വൃത്തിയാക്കിയതാണ്. ഇടത്തരം അയിലയാണിത്. പിന്നെ ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, 3 കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിയത്, 1 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഏത് മുളക് പൊടി വേണമെങ്കിലും എടുക്കാം. കാശ്മീരി മുളക് പൊടിയും അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയും എടുക്കാം. ആവശ്യത്തിന് കടുക്, പിന്നെ ആവശ്യത്തിന് വേപ്പില, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നെടുകെ മുറിച്ചത്, 1 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഒരു 5 ചുവന്നുള്ളി നന്നാക്കിയത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. നമ്മൾക്ക് ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് അരക്കാം. ആദ്യം തന്നെ 3 സ്പൂൺ മുളക് പൊടി ഇടാം. ഇനി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഈ ഉലുവ കുതിർത്തിയത് ഇതിനകത്ത് ഇട്ട് അരക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അതും ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട്. ഇതിനി നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടിയും അരച്ചെടുത്തതാണ്. മുളക് പൊടി, ഉലുവ കുതിർത്തിയത്, ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി, ഒരു 5 അല്ലി ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയും അരച്ചെടുത്തതാണിത്. ഗ്യാസ് കത്തിച്ച് ചട്ടി വെക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത്, നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ പച്ചമുളക് ഇട്ടു, ചുവന്നുള്ളി, അങ്ങനെ നമ്മുടെ പച്ചമുളകും ഉള്ളിയും ഒക്കെ വാടിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഒരു പച്ചച്ചോവ മാറിയാൽ മതി. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിനകത്ത് ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിനകത്ത് ചേർത്തേക്കണത് ഒന്നും കൂടി പറയാം ഞാൻ. ഇഞ്ചി, ചുവന്നുള്ളി, കുരുമുളക്, ഉലുവ കുതിർത്തിയത്, ഇതെല്ലാം കൂടിയും അരച്ചതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുത്തതാണത്. ഇതൊന്നും നമുക്കിനി ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ അരപ്പ് നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകിയ അരപ്പ് വെള്ളമുണ്ട്, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നല്ലോണം വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിനകത്ത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ദേ 1 ടേബിൾ സ്പൂൺ പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനി നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാറ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അയില ഇട്ട് കൊടുക്കാം. ഈ 2 കഷ്ണം പുളി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നല്ലോണം പുളിയൊക്കെ പിടിച്ച് നല്ല ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നമുക്കിത് മൂടാം. ഇത് 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കതിനകത്തേക്ക് 2 വേപ്പില ഇടാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. ഒന്ന് മൂടാം. ഇനി നമ്മളുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ അയിലക്കറി റെഡി. അയിലക്കറി തയ്യാറായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും കപ്പ പുഴുങ്ങിയതിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ഈ അയിലക്കറി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നു.